പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ചന്ദ്രിക എന്നാണ്. ഞാൻ ദൈവവിളി എന്ന ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നത് ദൈവം എന്നെ വിളിച്ച ആ വിളിയെ ഓർത്ത് പറയുവാനാണ്. ഞാൻ IPA പട്ടം ചാലക്കുടി സഭയുടെ 30 വർഷക്കാലം ആ സഭയുടെ സജീവമായി പ്രവർത്തിക്കുകയും സഹോദരിമാരുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ലേഡീസിൻ്റെ ഒരു ഭാരവാഹിയായിട്ടും ഇപ്പോൾ കർത്തവ്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ ഹോസ്പിറ്റൽ മിനിസ്ട്രി ഓഫ് ഇന്ത്യയുടെ ജില്ലാ സെക്രട്ടറിയായും ട്രിവാൻഡ്രത്തുള്ള ചാപ്റ്ററിൻ്റെ പ്രസിഡൻ്റായിട്ടും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ തന്നെ WPCയുടെ അതിൻ്റെ ജില്ലയുടെ പ്രെയർ കോർഡിനേറ്ററായിട്ടും സ്റ്റേറ്റിൻ്റെ ജില്ലാ കോർഡിനേറ്ററായിട്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി ഇത്രത്തോളം പ്രവർത്തിപ്പാൻ തക്കവണ്ണം, ദൈവത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് ഈ ദിവസങ്ങളെ എന്നെ ഉപയോഗപ്പെടുത്തുവാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവവിളി എന്നുള്ള പ്രോഗ്രാമിലേക്കാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ദൈവവിളി എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ആയിരിക്കും നമ്മളെ ഓരോരുത്തരെയും കണ്ടിരിക്കും. പക്ഷേ സമയാസമയങ്ങളിൽ കർത്താവിൻ്റെ സമയമാകുമ്പോൾ കർത്താവ് ചില മുഖാന്തരങ്ങളിൽ കൂടി ചില സാഹചര്യം കൂടി നമ്മളെ വിളിച്ച് കർത്താവ് വേർതിരിക്കാറുണ്ട്. അപ്രകാരം വേർതിരിച്ച് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആരുടെയും പ്രേരണയാലോ ആരുടെയോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ആ ശബ്ദം കേട്ട, ദൈവത്തിൻ്റെ ആ വിളി കേട്ട ആ വചനത്തിൽ കർത്താവ് മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ച് തേജസ്കരിക്കുമെന്നുള്ള ആ വചനപ്രകാരം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ഈ കൃപയിൽ വന്നിട്ട് 30 വർഷത്തോളമായി. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവം ഏൽപ്പിച്ചതൊക്കെയും ദൈവനാമ മഹത്വത്തിനായിട്ടും അനേകവരെ കർത്താവിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം എനിക്ക് ഈ ദൈവവിളിയുടെ മുഖാന്തരം കർത്താവിലേക്ക് സഹായിപ്പാൻ ദൈവം സഹായിച്ചു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം കർത്താവ് കരങ്ങളുടെ അടുത്ത് ഉപയോഗിപ്പാൻ ഈ ദൈവവിളി എന്താണെന്ന് അനേകരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും ഈ അന്ത്യകാലത്ത് കർത്താവ് എന്നെ ഉപയോഗിപ്പാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമത്തോടെ ഞാൻ ഹൈന്ദവ സമുദായത്തിൽ നിന്ന് തന്നെയാണ്. ജന്മസ്ഥലം എന്ന് പറയുന്നത് ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് തക്കാട് മേട്ടക്കട ദേശത്താണ് ജന്മസ്ഥലം. ഞങ്ങൾ 7 മക്കളുടെ മൂത്ത മകളാണ് ഞാൻ. ഹിന്ദു ആചാരപ്രകാരമൊക്കെ ജീവിക്കുകയും അതിന് 17-ാം വയസ്സിൽ തന്നെ ഞാൻ കത്തോലിക്ക ബാക്കിലുള്ളവരിലേക്ക് വിവാഹം കഴിഞ്ഞ് ഞാൻ കടന്നു പോകാനിടയായി. കഴിഞ്ഞുപോയി എൻ്റെ കുടുംബച്ചൊക്കെ അനുഗ്രഹമായി നടക്കുകയായിരുന്ന അവസരത്തിലാണ് ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവ് മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു. ജോലി ഇങ്ങനെ സ്വയം റിസൈൻ ചെയ്ത് ട്രിവാൻഡ്രത്ത് വരികയും അതോടൊപ്പം തന്നെ എനിക്ക് തന്നെ എൻ്റെ ഹിന്ദു ആചാരപ്രകാരം സേവിച്ചിരുന്ന ആ സേവാത്മാക്കളൊക്കെയും അനേക ഭൂതബാധിതയായി ഞാൻ ഭാരപ്പെടുവാൻ ഇടയായി. അങ്ങനെ ഹിന്ദു ആചാരപ്രകാരമായും ഹിന്ദു മന്ത്രവാദികൾ മറ്റ് ആചാരങ്ങളൊക്കെയും ചെയ്തു നോക്കി. അവിടെ ഒരിടത്തും തന്നെ എൻ്റെ ഭൂതബാധ ഒഴിയുവാൻ ഇടയായില്ല. അതുകൂടാതെ തന്നെ ഞാൻ കുടുംബജീവിതത്തിൽ 18 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കുടുംബം വളരെയേറെ സാമ്പത്തികമായും എൻ്റെ ഹസ്ബൻഡ് ശാരീരികമായി വളരെ ലങ്സിൻ്റെ അസുഖത്താൽ ഭാരപ്പെട്ട് 3 മാസം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് ഡോക്ടർമാർ വിധി എഴുതിയെങ്കിലും എൻ്റെ സ്വർഗത്തിലെ ദൈവം 18 വർഷക്കാലം ജീവിച്ചിരിക്കുവാൻ പ്രിയപ്പെട്ടവനെ ദൈവം സഹായിച്ചു. കൂടാതെ ആ സമയത്ത് എനിക്ക് 3 മക്കളുണ്ടായിരുന്നു. ഒരു മോളും 2 ആൺമക്കളുമാണ്. മൂത്ത മോനും മോളും 10th പഠിക്കുകയായിരുന്നു. ഇളയപ്പോൾ ഇതിൻ്റെ 7th. ഈ സമയത്ത് വളരെയേറെ ശാരീരികമായ മാനസികമായ സാമ്പത്തികമായി വളരെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയാതെ ഇരുന്ന അവസരത്തിലും ഇങ്ങനെ വിവിധ തരത്തിൽ ഭൂതബാധയുടെ ഒരറ്റം ഭർത്താവ് ബിസിനസ്സുകൾ ഒത്തിരിയൊക്കെ ചെയ്തു നോക്കി. എല്ലാ ബിസിനസ്സുകളും താളടിയായി. കർത്താവിൻ്റെ തിരുവചനം ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അവൻ അറപ്പാനും മുടിപ്പാനും വരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എൻ്റെ ബാധ മുഖാന്തരം എൻ്റെ കുടുംബത്തിലെ സകലത നഷ്ടം. എനിക്ക് അതിനെ ട്രിവാൻഡ്രത്ത് 2 വീടുണ്ടായിരുന്നു. 3 വീട്, ഹസ്ബൻഡ് വീട്, 3 വീട് എല്ലാം നഷ്ടപ്പെട്ടു. എങ്കിലും ആ അവസരത്തിലാണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരി, ഞാൻ വളരെ ഭാരത്തോടും നിരാശയോടും വേദനയോടെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരി എന്നെ ഒരു പ്രേയറിന് കൊണ്ടുപോവുകയും ആ പ്രേയറിൽ വെച്ചാണ് പ്രാർത്ഥന എന്താണെന്നും ബൈബിളിന് അതുവരെ ഞങ്ങൾക്ക് ബൈബിളില്ലായിരുന്നു. ഞങ്ങൾ കത്തോലിക്ക സമുദായം ബൈബിളിലില്ലായിരുന്നു. വചനമൊന്നും അറിയത്തില്ല. എന്നാൽ അവിടെ വെച്ച് ദൈവദാസൻ ഇങ്ങനെ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ അപ്പൻ്റെ അടുത്ത് ചെന്ന് മക്കളോ പറയുന്ന എങ്ങനെയാണോ അപേക്ഷിക്കുന്നത് അതാണ് പ്രാർത്ഥന. അന്ന് രാത്രി ഞാൻ എൻ്റെ ഭവനത്തിൽ കടന്നു വന്നു ദൈവസന്നിധിയിൽ ഞാൻ ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചോളൂ. താവ് എനിക്ക് പ്രാർത്ഥിക്കാൻ ഒന്നും അറിയത്തില്ല, എൻ്റെ ഭർത്താവിനെ ഒരു നല്ല ആളാക്കി തരണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനിടയായി. കർത്താവ് പ്രകാരം ജിസ്കാൾസിൻ്റെ
അന്ന് ജീസ് കൂട്ടായ്മയെ പറ്റിയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഈ അനേക കൂട്ടായ്മ ജീസ് കാൾസിൻ്റെ അനേക കൂട്ടായ്മയെ കടന്നു പോകുകയാണ്. അവിടെ വെച്ച് ജീസ് ബ്രദർ ദിനകറിൻ്റെ സബ് കോർഡിനേറ്റർ ജബരാജ് ശമുവേൽ ഇവരൊക്കെയും പ്രാർത്ഥിച്ച എൻ്റെ ഹസ്ബൻഡിന് ദൈവം വിടുതൽ കൊടുത്തു. വീണ്ടും 18 വർഷം ജീവിച്ചിരിക്കുവാൻ, തലമുറകളെ നന്മ കാണുവാൻ ദൈവം പ്രിയപ്പെട്ടവനെ ദൈവം സഹായിച്ചു. അതോടൊപ്പം തന്നെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയെ കൊണ്ട് എൻ്റെ ശരീരത്തിൽ ആ ബന്ധനം അഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം സ്വർഗ്ഗം ഇടയാക്കി. അന്ന് തന്നെയാണ് അവിടെയുള്ള ദൈവദാസന്മാർ അനേകരുണ്ടായിരുന്നു, ദൈവദാസിമാരുണ്ടായിരുന്നു. അതിൽ ചിലവരൊക്കെ ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. അവരെല്ലാവരും പിന്നെ എഴുപ്പിച്ചിരുത്തി എനിക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അന്ന് തന്നെ അന്യഭാഷ അടയാളത്തോടു കൂടി തന്നെയാണ് ഈ അന്യഭാഷ എന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാനും തക്കവണ്ണം ഇടയായി. ഈ അനുഭവത്തിൽ തന്നെ വളരെ വിരോധമുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു. എങ്കിലും ഈ ദൈവം എന്നെ ദൈവശബ്ദം വചനത്തിൽ കൂടിയൊക്കെയാണ് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെയും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഇടയായി. അബ്രഹാമിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും അത്രയും നിന്നിലുള്ളതൊന്നും അപ്പം തിന്ന പച്ചമുദ്രിയ മക്കൾക്ക് പുളിപ്പാകയില്ലെന്നുള്ള തിരുവചനങ്ങൾ, എനിക്ക് ആ വചനം എവിടെ കിടക്കുന്ന അറിയത്തില്ല. അന്നത്തെ ദൈവദാസന്മാരോടൊക്കെ കേട്ട് ആ വചനം എന്താണെന്ന് മനസ്സിലാക്കി തക്കവണ്ണം ദൈവം ഇടയാക്കി. അവിടെ നിന്ന് ഞാൻ അവിടുത്തെ ആരാധന വീട്ടിൽ വന്നിരുന്നപ്പോഴത്തേക്ക് വെറുതെ ഇരുന്ന് ഞാനിങ്ങനെ ബൈബിൾ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ വചനം പിന്നെയും എന്നോട് ഇടപെടുവാൻ, സഭാരാധന ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്, നിൻ്റെ കാലിടയ്ക്ക് വെക്കരുത് എന്നുള്ള ഒരു തിരുവചന ദൈവശബ്ദമായിട്ട് എനിക്ക് കേൾപ്പാൻ ഇടയായി. അതും എനിക്ക് എവിടെ കിടക്കുന്നതെന്ന് അറിയത്തില്ല. ആ നിമിഷം തന്നെയാണ് സഭാരാധന ഉപേക്ഷയായിട്ട് വിചാരിക്കരുതെന്നുള്ള തിരുവചനത്തെ ഞാൻ അനുസരിച്ച് അവിടെ നിന്ന് ഓടി സത്യ മെമ്മോറിയലിൽ ഒരു ചർച്ചിൽ കടന്നു പോകാൻ ഇടയായി. ശരിക്കും പെന്തക്കോസ്ത് ആരാധനയിൽ കടന്നുപോയത് അന്ന് മുതലാണ്. അതിനെ തുടർന്ന് പെന്തക്കോസ്ത് ആരാധനയിൽ കടന്നു പോവുകയോ ദൈവത്തിൻ്റെ ഓരോ ശബ്ദങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പതറിപ്പോകുന്ന സ്ഥാനത്തൊക്കെയും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും എന്നുള്ള യശയ്യാവിലുള്ള വചനങ്ങളാൽ ദൈവം എന്നെ അനുദിനം ബലപ്പെടുത്തി കൊണ്ടുപോകുന്നു. അതുമാത്രം എൻ്റെ തലമുറകളെയും ദൈവം അപ്രകാരം കുടുംബത്തെ അത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത അവസരത്തിലൊക്കെയോ ദൈവത്തിൻ്റെ തിരുവചനം എന്നെ ഉറപ്പിച്ച് നിർത്തി. അന്ന് മുതൽ തന്നെയാണ് ഞങ്ങളുടെ ചൊവ്വാഴ്ച തോറും ഞങ്ങളുടെ വീട്ടിൻ്റെ മുകളിൽ ആദ്യമായിട്ട് ആ ദേശത്ത് ബെന്തക്കോസ്റ്റിൻ്റെ ഒരു കുടുംബം ഉണ്ടെങ്കിൽ തന്നെയാണ് ഒരു പ്രെയർ ഒന്നും ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ മേളിൽ ഞാൻ ഒരു പ്രെയർ ചൊവ്വാഴ്ച തോറും തുടങ്ങി. എന്നിട്ട് ദേശത്ത് ഇറങ്ങി ഓരോ വീടുകൾ ക്ഷണിച്ചു. അങ്ങനെ ഒരു പ്രെയർ മീറ്റിംഗ് തുടങ്ങുവാൻ അവിടെ ഇടയായി. ജീസ് കാൾസിലെ ഓരോ ദേവദാസന്മാർ വന്ന് പ്രെയർ മീറ്റിംഗ് നടത്തുകയോ ബെന്തക്കോസ്റ്റിലെ പാസ്റ്റർമാർസ് വന്ന് മീറ്റിംഗ് തുടങ്ങുവാൻ തക്കവണ്ണം ദൈവം ഇടയായി. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു ദേവദാസൻ വന്ന് താമസിച്ചു. ആ ദേവദാസന് 7 ദിവസത്തെ ഒരു ഉപവാസ പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. അവസാന ദിവസം വെറുതെ ഒന്ന് ഞാൻ പോയതാണ്. അന്ന് ഒരു കൊച്ചു റൂമാണ്, വീടിൻ്റെ ഒരു കൊച്ചു റൂമാണ്. അവിടെ ഒരു തമിഴ്നാട്ടിൽ അരുൾരാജ് പാസ്റ്റർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഏറ്റവും ബേക്കിൽ ചെന്നാണ് ഇരുന്നത്. ആ പാസ്റ്റർ പറഞ്ഞു എന്നോട് മുന്നോട്ട് വരുവാൻ. ഞാൻ മുന്നോട്ട് ചെന്നപ്പോൾ പാസ്റ്ററിൻ്റെ തലേക്ക്, സംഹാരകൻ നിനക്കെതിരെ കടന്നു വരുന്നു, നീ നിന്നെ തന്നെ ശക്തീകരിക്കുക, കോട്ട കാത്തുകൾ അരമുറുക്കുക എന്നുള്ള തിരുവചനത്തിൽ കൂടി അന്നാണ് ആ പ്രവചന ശബ്ദം ഞാൻ കേട്ട് എൻ്റെ ഹൃദയം അങ്ങ് ഒരു നല്ല പിടയ്ക്കും പോലെയായി. അന്നേരം തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് അന്നേരം രോഗിയായിട്ട് കൂടെ കഴിയുകയാണല്ലോ. അപ്പോൾ എനിക്കൊരു പേടി തോന്നി, അയ്യോ സംഹാരകൻ ഒരു പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചു. വീണ്ടും ഞാൻ ദൈവമേ എന്നെക്കുറിച്ച് എന്തപ്പച്ചൻ ഉദ്ദേശിക്കുന്നുവോ ആ ഉദ്ദേശ പദവിയിലേക്ക് എന്നെ തന്നെ സമർപ്പിപ്പാൻ കാരണം ഞാൻ ഏൽപ്പിച്ച് കൊടുക്കുകയോ. അന്ന് മുതൽ ഞാൻ സത്യത്തിൽ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഞാൻ എന്നാണോ വചനപ്രകാരം ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ അനുസരിപ്പാൻ തുടങ്ങി അന്ന് മുതൽ ദൈവം എൻ്റെ കുടുംബത്തെ മാനിപ്പാൻ തക്കവണ്ണം. കാരണം ഞങ്ങൾക്ക് ഒത്തിരി കടമുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് മറ്റ് കളക്ടർ ജോലി മാത്രമേ അറിയാം, മറ്റ് ജോലികളൊന്നും തന്നെയാണ്. അന്നേരം ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ ഭർത്താവിൻ്റെ ആരോഗ്യത്തിന് അനുസരിച്ചുള്ള ഒരു ജോലി ലഭിക്കണമേ. അങ്ങനെ ചേട്ടനെ ഇങ്ങനെ കാരണം പറഞ്ഞാൽ ഈ ബ്രോക്കേഴ്സ് പോലത്തെ ആ ജോലിയിലേക്ക് ചേട്ടൻ ഇങ്ങനെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് നമ്മുടെ വത്സല നേഴ്സ് ബേക്കറി വത്സരം കുറേ സ്ഥലം ഇങ്ങനെ കേൾപ്പിച്ചു. അതിൽ കൂടി ഞങ്ങളുടെ അല്പം കടഭാരം തീർക്കുവാൻ തക്കവണ്ണം ഇടയായി. അല്പം മാത്രമേ കടഭാരം തീർന്നുള്ളൂ. എങ്കിലും പൈതങ്ങളെയൊക്കെ പഠിപ്പിക്കുവാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി. ദൈവം ഒന്നാലും ദൈവം ഞങ്ങളെ കൈവിടാതെ ഒരു മനുഷ്യനിൽ ആശ്രയിക്കാൻ ഇടവരാതെ വണ്ണം ദൈവം 3 മക്കൾക്ക്
ദൈവം തന്നു. ഞാൻ ദൈവത്തെ നന്മ പ്രാപിച്ച് മത്സ്യനോട് പറയുന്നത് പോലെ ഒരു ചെരുപ്പിൻ്റെ വാറ് കൊണ്ട് പോലും അവകാശം പറയാൻ ഇടവരുന്ന എൻ്റെ സഹോദരങ്ങൾക്കോ മനുഷ്യരിൽ ഞാൻ ആശ്രയിച്ചെന്ന് പറയാൻ ഇടവരാത്ത രീതിയിൽ എൻ്റെ പ്രത്യേകിച്ച് മൂത്ത 2 മക്കളെയോ ദൈവം വളരെ മാനിപ്പാൻ തക്കവണ്ണം വിദ്യാഭ്യാസം അതും അവരുടെ സ്വന്തം കഴിവുണ്ട്. മോളാണെങ്കിൽ വളരെ ചെറുപ്പം 10th തൊട്ട് അവൾ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. അന്നത്തെ അതിൻ്റെ ഒരു ദശാംശ പൈതൽ അവൾക്ക് ദൈവത്തിലേക്ക് കൊടുക്കുമായിരുന്നു. അത് മുഖാന്തരം ദൈവളെ മാനിച്ചു. ദൈവം അവളെ വിദേശത്തൊക്കെ അയച്ച് ഇന്ന് നല്ല ടീച്ചറായിട്ട് ദൈവം പദവിയിലിരിക്കുന്നു. അതുപോലെ മൂത്ത പൈതലോ അതുപോലെ തന്നെ അവനെയും ദൈവം എയർ കണ്ടീഷനൊക്കെ പഠിച്ചു ഒരു ഡീലറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഇളയ പൈതലോ അതുപോലെ തന്നെയാണ്. അവന് എസിൽ അവനെ കൂടി ശത്രുവായി പലതരത്തിലുള്ള പോരാട്ടങ്ങൾ പോരാടിയെങ്കിലും എൻ്റെ കർത്താവ് ശത്രുവിനെ ഏൽപ്പിച്ച് കൊടുക്കാതെ വേണ്ട, ആരുടെ മുമ്പിൽ നിന്ദയ്ക്കും പരിഹാസത്തിന് ഏൽപ്പിച്ച് കൊടുക്കാതെ വേണ്ട പൈതലിനും ദൈവം മാനിച്ചു. 3 മക്കളും കുടുംബസ്ഥരായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവൻ നയിക്കുന്നുണ്ട്. അതുപോലെ ഇളയ പൈതൽ വിവാഹം കഴിച്ചത് ഒരു മുസ്ലിം സമുദായത്തിലാണെങ്കിൽ അവൾ ഞങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ ശുഷ്കാന്തിയോടെ ദൈവത്തെ സ്തുതിപ്പാനും ഒക്കെ ദൈവം അവളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഈ 73ാമത്തെ വയസ്സിലും ദൈവത്തിന് വേണ്ടി ഓടുവാൻ ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ദൈവം ചെയ്തതിന് ഇന്നിപ്പോൾ തന്നെ പട്ടത്തെ LICയുടെ അവിടെ ഒരു ഹോളെടുത്ത് മാസത്തിൽ 2 വ്യാഴാഴ്ച തോറും ഞങ്ങൾ ലേഡീസിൻ്റെ ഒരു പ്രയർ മീറ്റിംഗ് നടത്തുകയും അതുമാത്രമല്ല ഹിന്ദുക്കൾ മാത്രം താമസിക്കുന്ന ദേശത്ത് ട്രാക്റ്റുകൾ കൊടുക്കുവാനും പരസ്യയോഗമൊക്കെ നടത്തുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. എന്നോടൊപ്പം ഒരു 15 സഹോദരിമാർ എന്നോടൊപ്പം പല സഭകളിൽ നിന്ന് വിവിധ സഭകളിൽ നിന്നുള്ള സഹോദരിമാർ എന്നോടൊപ്പം കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം സപ്പോർട്ടായിട്ട് കർത്താവ് തന്നുകൊണ്ടുണ്ട്. അവരെ ദൈവം ഈ സമയം ഞങ്ങൾ ഓർക്കുകയാണ്. ദൈവം ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു. അതുപോലെ ഞാൻ ഈ കൃപയിൽ വരാൻ നേരത്ത് ഞങ്ങൾക്ക് വീടെല്ലാം നഷ്ടപ്പെട്ടു. ഒരു ലിങ്ക്സ് ഭൂമി പോലും ഇല്ലായിരുന്നു. എന്നാൽ എൻ്റെ ദൈവം 3 മക്കൾക്കും 2 മക്കൾക്ക് 2 ഇളയ പൈതലിന് മൂത്ത മോക്ക് ഒരു വീടോട് കൂടിയ സ്ഥലമൊക്കെ കൊടുത്തു. മൂത്ത അതിന് വീടില്ല എങ്കിൽ അവന് സ്ഥലം കൊടുത്തു. ദൈവം ഇത്രത്തോളം ഒന്നുമില്ലായ്മയെന്ന് സകലത്തെ ഉളവാക്കുന്ന ദൈവം. അതുപോലെ ദൈവം എൻ്റെ വചനം പറഞ്ഞതുപോലെ മാങ്ങ അപ്പം തിന്ന പച്ചമാങ്ങ മക്കൾക്ക് പുളിപ്പാകയില്ല എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് അല്പം കടഭാരം ഉണ്ടായിരുന്നു. ആ കടഭാരം ഒന്നും മക്കൾക്ക് ബാധ്യതയാകാത്ത രീതിയിൽ എൻ്റെ ചേട്ടൻ്റെ ഷെയർ തന്നെയാണ് വിറ്റ് ആ കടബാധ്യതകൾ തീർക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിച്ചു. 0യിൽ നിന്ന് ഞങ്ങളെ ഇത്രത്തോളം ദൈവം മാനിച്ചു ആദരിച്ചു. വീണു പോകാതെ താണു പോകാതെ പല കഷ്ടങ്ങളും നെടുവേർപ്പുകളും പരിഹാസങ്ങളും ഒക്കെ ഏൽപ്പിയെങ്കിലും അവിടെ നിന്നൊന്നും വീഴാതെ വണ്ണം താങ്ങി നിർത്തി ജീവനുള്ള ദൈവം ഏതെന്നും ജീവനില്ലാത്ത ദൈവം ഏതെന്നും എൻ്റെ അനുഭവത്തിൽ കൂടി അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു. ദൈവം ഞങ്ങളെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്ത ദൈവത്തിന് കർത്താവ് തരുന്ന ആയുസ് മുഴുവനും എത്ര നാൾ ആയുസ് തരുന്നു അത്ര നാളും ദൈവത്തിൻ്റെ നാമമതത്തിനായി ചിലവാക്കുവാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ ചർച്ചിൻ്റെ ലേഡീസ് മീറ്റിങ്ങൊക്കെ ലീഡ് ചെയ്യുന്നത് ദൈവസഹായ കൃപയാലും ഞാൻ തന്നെയാണ്. അതിനുള്ള കൃപയും ദൈവം എനിക്ക് തന്നെ. ഞാൻ ചില കൃപാവരങ്ങളൊക്കെ ദൈവം തന്നു. ആ കൃപാവരങ്ങളൊക്കെയും ദൈവനാമത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ വിശ്വാസം വന്നപ്പോൾ ദൈവത്തിന് വേണ്ടി എന്തൊക്കെയോ ഒത്തിരി ചെയ്യണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഓരോ പദവികൾ ഞാൻ പാസ്റ്റർ തന്നെയാണ് ചർച്ചിൻ്റെ ആദ്യം ഞങ്ങളുടെ ചർച്ചിൽ തന്നെ 10-200 വിശ്വാസികളുണ്ട്. ചർച്ചിൻ്റെ ലേഡീസിൻ്റെ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കാൻ ഇടയായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സംഘടനയുടെ വൈസ് പ്രസിഡൻ്റായിട്ടൊക്കെ ആ പ്രസിഡൻ്റ് സ്ഥാനത്തൊക്കെ ഇരുന്നപ്പോൾ ആ ചർച്ചിൽ അന്ന് വരെ ഇല്ലാത്ത പല പ്രവർത്തനങ്ങളെ സഹോദരിമാരിൽ കൂടി പ്രോത്സാഹിച്ചെടുപ്പാൻ തക്കവണ്ണം കർത്താവ് ആത്മാവിലൊരു പ്രേരണ തരികയും അതിനുള്ള ആലോചന ദൈവം തന്ന് അപ്രകാരം അത് നിവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം എനിക്ക് സഹായിച്ചു. ഞങ്ങളുടെ പട്ടസഭയിൽ ഇന്ന് വരെയും ഇപ്പം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പട്ടസഭയിലായി WMPF എന്നാണ് ആ പത്രിക സംഘടനയുടെ പേര്. അതിപ്പോൾ അത് ഞങ്ങൾ ഓർഫനേജൊക്കെയും സന്ദർശിക്കാറുണ്ട്. അവിടെ പോയി അനേക അമ്മമാർക്ക് വേണ്ടിയും അതുപോലെ ഓട്ടിസം പിടിച്ച പിള്ളേരുടെ ഇടയിൽ പോയി പ്രവർത്തിച്ച അവരുടെ ഇടയിൽ പോയി ആക്ഷൻ സോങ് സ്റ്റോറി ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ കൂടി ദൈവത്തിന് സ്നേഹം മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിഞ്ഞ ദിവസമൊക്കെ അതിനാണ് ദൈവം ഉപയോഗിച്ചു. അതുമാത്രം ഞങ്ങൾ ഹൗസ് വിസിറ്റിങ്ങിന് പോകുമ്പോൾ ചില വീടുകളിൽ ഞങ്ങളെ
കേൾക്കും, ഞങ്ങൾ കേൾക്കും. പ്രാർത്ഥിക്കട്ടോ, അല്പനേരം ഞങ്ങൾ സംസാരിക്കട്ടോ എന്ന് കേൾക്കും. ചില വീടുകൾ ഞങ്ങൾക്ക് തുറന്നു തരാം. അവിടെ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ എന്തെങ്കിലും പ്രതികൂലം വരുവാണെങ്കിൽ അവിടെ നിന്ന് സ്നേഹത്തോടെ തന്നെ ഒഴിഞ്ഞു പോയിട്ട് അവിടെ ചെന്ന് കർത്താവ് ആരാണ്, യേശു ക്രിസ്തു എന്തിനു വിടട്ടുവാൻ ലോകത്ത് കടന്നു വന്നോ, ആ ദൈവത്തെ ഞങ്ങൾക്ക് ഉയർത്തി അവരോട് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം. അതാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം, യേശുവിനെ പറ്റി പറയുക മാത്രം. അതും ഹിന്ദുക്കളുടെ ഇടയിലാണ് ഞങ്ങൾക്ക് കൂടുതലുള്ള പ്രവർത്തനം. ഈ മേട്ടക്കട ദേശവും തൈക്കാട് ദേശവും ഒക്കെയോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി 100 വീടുകളിൽ കടന്നുപോയി. ഒരു ക്രിസ്ത്യൻ പോലും അവിടെ ഇല്ല. അതും ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഒരു വീട് പോലും ഇല്ലാത്തടുത്ത് അവിടെ ചെന്ന് ഞങ്ങൾ ട്രാക്റ്റ് കൊടുത്താൽ പറയും ഇത് എന്തുവാ എന്ന് ചോദിക്കും ഞങ്ങളോട്. അന്നേരം ഞങ്ങൾ പറയും ഇത് ബൈബിളിലുള്ള യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണെന്നത് നല്ല ബുദ്ധിപൂർവ്വം പറഞ്ഞു കൊടുക്കുവാനോ. അല്പം ഞങ്ങൾ നിൽക്കുമ്പോൾ പിന്നെ ഒരു പിറകെ ഞങ്ങളോട് കയറിയിരിക്കാൻ പറയും. അങ്ങനെ കയറിയിരുന്നു അവരുടെ വിശേഷമൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ യേശുവിനെക്കുറിച്ച് പറയുവാനോ. പിന്നെ അവർ ചോദിക്കുന്ന കാര്യം, നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രെയർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു. ആ പ്രെയർ ഗ്രൂപ്പ് അങ്ങനെ, അപ്പോൾ അന്ന് പ്രെയർ ഗ്രൂപ്പൊന്നും ഇല്ലായിരുന്നു. സിറ്റിക്കകത്തൊരു അങ്ങനെ നടത്താനുള്ള വീടൊക്കെ വാടകയ്ക്കുള്ള സാമ്പത്തികം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിഷമിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പട്ടത്തല്ലേസിൽ ഒരു പാസ്റ്ററോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, പാസ്റ്റർ ഒരു പ്രെയർ നടത്താൻ എനിക്കൊരു ഹാള് തരാമോ എന്ന്. അപ്പോൾ പാസ്റ്റർ ഓക്കെ ആൻറ്റിക്ക് പ്രെയർ നടത്താം, ലേഡീസിൻ്റെ പ്രെയർ നടത്താൻ ഹാള് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഹാളിൽ പാസ്റ്റർ തുച്ഛമായ ഒരു റെൻറ്റിന് ഞങ്ങൾക്ക് ഒരു ഹാള് തരുവാനിടയിൽ അവിടെ ഇപ്പോൾ അനേക സഹോദരിമാർ ക്രൈസ്തവരിൽ നിന്നൊക്കെ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ പരസ്യയോഗം നടത്തുമ്പോഴേ ഞങ്ങൾ ട്രാക്റ്റ് കൊടുക്കും. പരസ്യയോഗം നടത്തുന്നത് നമ്മുടെ വനിതാ ദിനത്തിന് അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെയാണ് ഞങ്ങൾ പരസ്യയോഗം നടത്തുന്നത്. ഇപ്പോൾ ഈസ്റ്ററിന് മുമ്പ് ഒരു പരസ്യയോഗം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ. അതുപോലെ ഒരു വർഷത്തിൻ്റെ അവസാനം 8 സ്ഥലങ്ങളിൽ ഞങ്ങൾ പരസ്യയോഗം നടത്തി. അവിടെ ഓരോ സ്ഥലങ്ങളിലും ഓരോ സഹോദരിമാർക്കും അവസരങ്ങൾ ഞങ്ങൾ കൊടുക്കും. അവരെയും കൂടെ കർത്താവിന് അവർക്ക് കൊടുത്ത ദൈവം കൊടുത്ത താലന്തുകൾ അവരും കൂടെ പ്രയോജനപ്പെടുത്തത്തക്കവണ്ണം അവരെയും കൂടെ പ്രോത്സാഹിപ്പിച്ച് അവരും യേശുവിനെ സ്നേഹം മറ്റുള്ളവർക്ക് പറയുവാൻ തക്കവണ്ണം അവരെയും കൂടെ പരിശീലിപ്പിക്കുന്നു. അങ്ങനെയുള്ളൊരിത് കൂടെയാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ കൂടിയൊക്കെ ദൈവം നടത്തുന്നത്. ദൈവം അങ്ങനെയാണ്. ഈ 18 സഹോദരിമാരും ഞങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് അവരെല്ലാവരും കർത്താവിൻ്റെ പേരിൽ ആക്റ്റീവായിട്ടാണ്. അടുത്ത ചോദിക്കുക എന്താ നീ അടുത്ത ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അത്രമാത്രം ആ ദൈവസ്നേഹം അവരുടെ ഉള്ളിലായി കർത്താവ് ഞങ്ങളെ മാനിച്ചു കൊണ്ടിരിക്കുന്നു. അമരയുടെ ഭാഗത്ത് പോയി എനിക്ക് ദൈവത്തിൻ്റെ നാമത്തെ, അത് അമരവിള ജംഗ്ഷനിൽ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം കർത്താവ് ഇടവരുത്തി. അല്ല കാരക്കോണ എന്ന് പറയുന്ന സ്ഥലത്തും ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ സാക്ഷിപ്പാനും ദൈവം എന്നെ ഉപയോഗിച്ചു. കർത്താവ് ഇപ്രകാരം കർത്താവിൻ്റെ വേല ഇതിൽ കൂടുതൽ ശുഷ്കാന്തിയോടെ കർത്താവിൻ്റെ വരവിന് മുമ്പായി കർത്താവിന് ചില ആത്മാക്കളെ കൂടെ തീയിൽ നിന്ന് വലിച്ചെടുക്കണം. അതും ഞങ്ങളുടെ ഇപ്പോഴത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമക്കിടക്കുന്ന കുടുംബങ്ങൾ, നമ്മുടെ അക്രൈസ്തവരാകട്ടെ ജാതീയ മേഖലയിലുള്ളവരെ ആകട്ടെ, അവർ നമ്മുടെ രക്ഷിക്കപ്പെട്ട കുടുംബത്തിൽ മാത്രമുള്ള യൗവനക്കാരെ അല്ല, മറ്റുള്ള പിള്ളേരെ കൂടെ ഈ അവർക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കാൻ മാസത്തിലൊരിക്കൽ ഞങ്ങളിങ്ങനെ പാസ്റ്റിംഗ് ആയിട്ട് എടുക്കാമെന്ന് നമ്മൾ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു. കർത്താവ് ഇപ്രകാരം ഞങ്ങളെ കുടുംബമായി ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ എനിക്ക് 3 കൊച്ചുമക്കളാണ് ഉള്ളത്. അതിൽ എൻ്റെ ഇളയ മോൻ്റെ കൊച്ചുമോൻ, ഞാൻ എൻ്റെ ഇളയ മോനെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്ന് അവൻ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ തന്നെ ജോയി പാസ്റ്റർ അവനെ കൂടെ ആലോചന പറഞ്ഞു. എങ്കിലും ശത്രുവായവൻ പലതരത്തിൽ അവൻ ആ നിലയിൽ നിർത്തുവാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ്റെ മോനെ കൊണ്ട് ദൈവം, അവനിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു, അവനെ കൊണ്ട് ദൈവം കർത്താവിൻ്റെ വേലയ്ക്ക് ചുമട് കൊടുക്കുവാനും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും. അതുമാത്രമല്ല സെൻറ്റ് തോമസ് സ്കൂളിൽ അവൻ +2 പഠിച്ചിരിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ അതുവരെയും ബെന്തക്കോസ്തിൻ്റെ ഒരു പ്രെയർ ഗ്രൂപ്പ് നടത്താതിരുന്ന അനുവാദവും ഇല്ല. എന്നിട്ട് അവിടെ അവൻ ബെന്തക്കോസ്തിൻ്റെ ഒരു പ്രെയർ ഗ്രൂപ്പ് പൈതൽ നടത്തി. അവിടെ നിന്നും 2 ആത്മാക്കളെ ദൈവം നേടുവാൻ എൻ്റെ പൈതലിനെ ദൈവം സഹായിച്ചു. അവൻ്റെ പേര് നീകാൽ സജീവ് എന്നാണ്. അവൻ ഞങ്ങളുടെ സഭയ്ക്കും അതുപോലെ തന്നെയാണ്. സഭയുടെ എല്ലാ കാര്യത്തിലും അവൻ ആക്റ്റീവായി നിന്ന് അവൻ്റെ വിദ്യാഭ്യാസത്തെക്കാളും അവൻ മാന്യത ദൈവത്തിന് കൊടുത്തുകൊണ്ട് ദൈവവേദിയിൽ അവൻ കൈത്താങ്ങൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവപ്രകാരം അതുപോലെ മൂത്തമ്മൻ്റെ പൈതങ്ങൾ സരസിലൊക്കെ ഇങ്ങനെ ദൈവവേദിക്ക് കൈത്താങ്ങൽ കൊടുക്കുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. ദൈവം അവരെയും കുടുംബമായി ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രത്തോളം കൊണ്ടുവരുവാൻ തക്കവണ്ണം എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നുള്ള തിരുവചന കർത്താവിൽ ആശ്രയിച്ചവർ അവൻ
അവൻ്റെ മുകളിലേക്ക് നോക്കിയവരെ പ്രകാശം അവരുടെ മുഖം ലയിച്ചു പോയില്ല എന്ന് പലപ്പോഴും ലജ്ജിക്കത്തക്ക വിഷയങ്ങൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. ഒത്തിരി വിഷയം അതൊന്നും പറയുവാൻ ഞാൻ അവസരം ഉപയോഗിക്കുന്നില്ല. എങ്കിലും ദൈവം ലജ്ജിപ്പിക്കുവാനോ ഒന്നിനും ഇടവരാതെ വേണം. ദൈവം ഇത്രത്തോളം ദൈവം എൻ്റെ തലമുറകളെ കൊണ്ടുവന്നു. നീ എത്ര നാൾ ആയുസ്സും ആരോഗ്യമോ ദൈവം തരുന്നു, അത്രയും നാളും ദൈവനാമത്തിന് മഹത്വപ്പെടുത്തുവാനോ താവിൻ്റെ പേരിൽ വർദ്ധിച്ചു വരുവാനോ കർത്താവ് തന്ന താലന്തുകൾ വ്യാപാരം ചെയ്യുവാനുള്ള ദൈവകൃപയിൽ ഇവിടെ പകരുവാൻ തക്കവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്രകാരം അവസരം തന്ന ദൈവത്തിന് ദൈവവിളിയുന്ന ഈ പ്രോഗ്രാമിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് യു.